നാമം മഹിമപ്പെടുവதாக. സംഘത്തിൽ അടിസ്ഥാനമായ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകും ദൈവാലയത്തിൽ നടക്കണമെന്നുള്ള വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി പഠിക്കുവാൻ കർത്താവിനെ സഹായിച്ചു. சத்தியத்துக்கு ஆதாரமும் தூய்மாயிருக்கு தேவனுடைய சபையும் நாம் எப்படி நடந்து கொள்ள வேண்டும் என்ற விஷயத்தை நாம் சிந்தித்துக் கொண்டிருந்தோம். ഏറ്റവും വലുതായിട്ട് നാം പഠിച്ചിരുന്നത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി. கடைசியிலே நாம் படித்த வசனமானது யோவான் 15-12 வசனத்தை அடிப்படையாக கொண்டு, ഞാൻ നിങ്ങളെ സ്നേഹിച്ചവർ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. நான் உங்களிடத்தில் அன்பாயிருந்தது போல நீங்கள் ஒருவருக்கொருவர் அன்பாயிருக்க வேண்டும். കർത്താവ് നമ്മളെ സ്നേഹിച്ചതോട് നമ്മൾ അന്യോന്യം സ്നേഹിക്കണം. கர்த்தர் நம்மை நேசித்தது போல ஒருவரை ஒருவர் நேசிக்க வேண்டும். കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. கர்த்தருடைய அன்பினுடைய அந்த விசேஷத்தை குறித்து நாம் சிந்தித்து கொண்டிருந்தோம். അതിന് രണ്ട് പ്രത്യേകത നമ്മൾ പഠിച്ചു. அது ரெண்டு சிறப்பம்சங்களை குறித்து படித்தோம். ഈ സ്നേഹം ദീർഘമായിട്ട് ക്ഷമിക്കുകയും ദയ കാണിക്കുകയും, அது நீடிய சாந்தமுள்ளதும் தயவு காண்பிக்கிறதுമായി. അടുത്തായിട്ട് 1 Corinthians 13:4 നാം നോക്കിയാൽ அந்த 1 Corinthians 13:4 மேற்கொண்டு நாம் பார்த்தால் அறிந்து கொள்ளலாம். ഈ സ്നേഹം സ്പർദ്ധിക്കുന്നില്ല എന്ന് എഴുതിയിരിക്കുന്നു. അടുത്തായിട്ട് മൂന്നാമത്തെ പ്രത്യേകത 1 Corinthians 13 വസനത്തിലെ സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. അത് അൻപുക്ക് പൊറാമയില്ലേ എന്ന് പറഞ്ഞാൽ പകയുണ്ടോ അസൂയുണ്ടോ തിളച്ചു മറിയുക എന്നുള്ളതാണ് വാക്കാണ് ഈ സ്പർദ്ധിക്കുക എന്നുള്ളത്. മറ്റവരുടെ കുറിച്ച് വേറെ എന്ത് വിധത്തിലും നാം പുറമെപ്പെടக்கூடாது. ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകം പഠിച്ചാൽ അറിയാം, ഗോത്രപിതാക്കന്മാർ ജോസഫിനോട് അസൂയ മൂത്തിട്ട് പൊട്ടക്കിണത്തിൽ തള്ളിയിട്ടു. அந்த வேதத்தில் பழைய பாட்டிலே வாசிக்கும் பொழுது நம்முடைய கோத்திர பிதாக்கள் யோசேப்பின் மேலுள்ள பொறாமையினாலே அந்த பாழும் ஒரு குடியிலே தள்ளி போட்டார்கள். അതിന് ഒരു കാരണം അപ്പൻ ജോസഫിന് കൊടുക്കും എടുത്തു കൊടുക്കും. அதற்கான காரணங்களில் ஒன்று தகப்பன் யோசேப்புக்கு அந்த பலவன் அங்கே கொடுத்தார். രണ്ടാമത്തെ കാര്യം ജോസഫ് ആത്മീയ ദർശനമാണ്. இரண்டாவது காரணம் ஆத்மீக பிரகாரமான ஒரு தரிசனத்தை அவன் கண்டார். ദൈവത്തിന്റെ സന്ദേശം അറിയിച്ചു. கர்த்தருடைய எண்ணங்களை அவன் வெளிப்படுத்தினார். അത് സഹോദരന്മാർക്ക് അവരുടെ അസൂയവും. இதனாலே சகோதரர்களுக்கு அவன் மேல் பொறாமை வந்தது. ഈ അസൂയ കയറി കഴിഞ്ഞാൽ ഭയങ്കര അപകടം. இந்த பொறாமை அதிகரித்தால் அது பெரிய மோசத்தை உள்ளது. സ്വന്തം സഹോദരങ്ങളെ പോലും ഉപദ്രവിക്കത്തക്ക വിധത്തിലുള്ള ഒരു പ്രത്യേക സ്വഭാവമാണ് ഈ അസൂയ. இந்த பொறாமை என்பது சொந்த சகோதரர்களையும் உபദ്രവിக்கக்கூடிய அளவுக்கு மோசமானது. സദൃശവാക്യം നമ്മൾ പഠിച്ചാൽ അറിയാം. നീതിമൊഴികളിൽ വാസിത്താൽ தெரியும். സദൃശവാക്യം 14-30 വാക്യത്തിൽ നോക്കിയോ. നീതിമൊഴികൾ 14-30 നാം വാസിത്താൽ അവിടെ ശാന്ത മനസ്സ് ദേഹത്തിന് ജീവനാണ്, അസൂയോ അസ്ഥിരത്തിന്. பொறாமையோ இருமுറുക്കി என்று നീതിമൊഴികൾ 14 സദൃശവാക്യം 14-30. நீதிமொழிகள் 14-30 സ്വസ്ഥ മനം ഉടലുക്ക് ജീവൻ പൊറാമയോ ഇരുമുറുക്കി. അസൂയ അസ്ഥിരത്തിന് ദേവതമാണ്. പൊറാമയാണ് ഇരുമ്പ് ഉറുക്കിയാതെ. ഒരു സഹോദരനോ സഹോദരിക്കോ മറ്റുള്ളവരുടെ അസൂയ ഉണ്ടെങ്കിൽ, ഒരു സഹോദരനോ സഹോദരിക്കോ മറ്റുള്ളവരുടെ ഒരു പൊറാമ ഇരുന്നാൽ അവരുടെ അസ്ഥിക്ക് ദ്രവത്വമാണ്. അത് അവരുടെ എലുമ്പുക്ക് മോശത്തിൽ ലഭിക്കും. എന്നാൽ ചെല്ലുന്നതിനെ ദ്രവിച്ചാലും വേണ്ടിയിലേക്ക് അവരുടെ അസൂയമാണ്. എലുമ്പ് ഉള്ളിലാവും പാലും പറയാല്ല അവനെ പൊറാമയിൽ പൊള്ളിന്ന് சொல்லுவாங்க. ഒരിക്കലും ദൈവസ്നേഹം ഉള്ളത്തിൽ വന്നില്ല. ദൈവത്തിന്റെ അൻപ് അവരുടെ ഉള്ളത്തിലെ വന്നാൽ മറ്റുള്ളവരുടെ ആത്മീയ വളർച്ചയിൽ നാം സന്തോഷിക്കും. മറ്റുള്ളവരുടെ ആത്മീയ വളർച്ചയെ பார்த்து നാം സന്തോഷപ്പെട வேண்டும். അപ്പോസ്തലൻ പൗലോസ് അങ്ങനെയായിരുന്നു. അപ്പോസ്തലൻ പൗലോസ് കൂടിയിരുന്ന തെസ്സലോനിക്ക വിശ്വാസികളോട് ദൈവത്തിന് സ്തോത്രം ചെയ്തു. തെസ്സലോനിക്ക പട്ടണത്തിലുള്ള വിശ്വാസികളെ കുറിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തു. എന്താ കാരണം? അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ ആവിക്രിയ வாழ்க்கை വളർച്ചയ്ക്കാതെ അപ്പോസ്തലൻ പൗലോസ് അവർക്കാக ജപിத்தார். നമ്മുടെ സഭയിൽ മറ്റുള്ളവരുടെ വളർച്ചയിൽ നാം സന്തോഷിക്കണമെങ്കിൽ, നമ്മുടെ സഭയിലെ മറ്റുള്ളവരുടെ ആവിക്രിയ വളർച്ചയെ பார்த்து നാം സന്തോഷപ്പെട வேண்டும். വെറുതെ സന്തോഷിക്കാൻ പറ്റില്ല. വെറുതെ നാം വെറുതെ സന്തോഷിക്കാൻ முடியாது. അവരുടെ ആ വളർച്ചയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയാണ്. അവരുടെ വളർച്ചയ്ക്കാக നാം ജപിച്ചുകൊണ്ടിരുന്നാൽ അവർ വളരുമ്പോൾ നാം സന്തോഷിക്കും. അവരുടെ വളർച്ചയடைയുമ്പോൾ നാം സന്തോഷിക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, അവർക്കാக നാം ജപിക്കാമെന്നാൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല. നമുക്ക് സന്തോഷപ്പെടാൻ முடியாது. അത് ഈ ശരീരത്തിന്റെ ഒരു സ്വഭാവമാണ്. അത് ശരീരത്തിനുடைய ഒരു ഗുണാതിശയാണ്. നമ്മുടെ അടുത്ത വീട്ടുകാരുടെ അനുഗ്രഹത്തിൽ സന്തോഷിക്കണമെങ്കിൽ, മറ്റ് പക്കത്ത് വീട്ടുകാരുടെ ആശീർവാദത്തെ பார்த்து നാം സന്തോഷപ്പെടണം. നമ്മളോട് ഏർപ്പെടുന്നവരുടെ അഭിവൃദ്ധിയിൽ സന്തോഷിക്കണമെങ്കിൽ, നമ്മോട് ഇടപെടുകിற മറ്റുള്ളവരുടെ வாழ்க்கையிலே ആശീർവാദം ഉണ്ടാവதை குறித்து സന്തോഷപ്പെട வேண்டும். അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവരുടെ ആശീർവാദത്തിനാக നാം ജപിക്ക வேண்டும். അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, அப்படி ജപിക്കും பொழுது അവരുടെ വളർച്ച നമുക്ക് സന്തോഷിക്കാൻ, അവരുടെ വളർച്ചയെ பார்த்து നാം സന്തോഷപ്പെട முடியும். അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, அப்படி ജപിക്കാവിട്ടാൽ അവരുടെ വളർച്ചയെ സന്തോഷിക്കാൻ കഴിയത്തില്ല. അവരുടെ വളർച്ചയെ பார்த்து സന്തോഷപ്പെട முடியாது. വളർന്നാൽ, നമ്മെ ഇവിടെ അവർ വളർച്ചയடைந்தால் നമുക്കത് സഹിച്ചു കൊള്ള முடியாது. ഇത് ഇങ്ങേதான் പൊറാമ இருக்குது. അത് വരാതിരിക്കണമെങ്കിൽ, അത് വരാமல் இருக்க வேண்டும். അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി
അവരുടെ വിജയത്തിന് വേണ്ടി, அவருடைய ஆசீர்வாதத்திற்காக, அவருடைய வெற்றிகரமான வாழ்க்கைக்காக நாம் ஜெபிக்க வேண்டும். അതാണ് യഥാർത്ഥ ദൈവസ്നേഹത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത. உண்மையான தேவ அன்பினுடைய மூன்றாவது குணாதிசயம். നാലാമത്തെ പ്രത്യേകത, நாலாவது குணாதிசயம், ഈ സ്നേഹം നിഗളിക്കത്തില്ല. ഇത് അன்ப് തന്നെ പുകഴാതെ. സ്വന്തമായ കഴിവിൽ മറ്റുള്ളവരെക്കാൾ എനിക്ക് കഴിവുണ്ട്, മിടുക്കുണ്ട് എന്ന് ഭാവിച്ചുള്ള ആ നിഗളം, மற்றவர்களை விட எனக்கு சாமர்த்தியம் இருக்கிறது என்று தன்னை குறித்த ஒரு புகழ்ச்சி. ഇന്ന് ലോകത്തിൽ അനേക കഠിനാധ്വാനം ചെയ്യുന്നത് இன்றைக்கு உலகத்திலே அதிக பேர் இப்படிப்பட்ட காரியங்களை செய்வதற்கு ശ്രദ്ധിച്ച് പഠിച്ചാൽ அதை ஆழமாக படித்தால் தெரியும். കർത്താവ് പറഞ്ഞത് ഉമ്മാനം കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, ഉണ്ണവും ഉടുക്കവും മാത്രമല്ല ആണ്ടവർ சொன்னது. മറ്റുള്ളവരെക്കാൾ ഉയരാനുള്ളൊരു വെമ്പൽ എല്ലാ മനുഷ്യർക്കും, മറ്റുള്ളവരെ കാട്ടിലും ഉയര வேண்டும் என்ற ஒரு ஏக்கம் எல்லாருக்கும் ഉണ്ട്. അധ്വാനിക്കരുതെന്നല്ല പറയുന്നത്, அதற்காக முயற்சிக்க கூடாது என்று சொல்லவில்லை. അത് വചനപ്രകാരമായിരിക്കണം, அது வேதவசனத்தின்படி இருக்க வேண்டும். കാരണം ആരും അറിയാതെ നിഗളം ഉണ്ടാകാൻ സാധ്യത. மற்றவர்களுக்கு தெரியாமல் தன்னை புகழக்கூடிய ஒரு குணாதிசயம் உண்டு. ദൈവത്തിന് ഏറ്റവും വെറുപ്പുള്ള പാവമാണ് നിഗളം. அந்த தற்புகழ்ச்சியை தேவனுக்கு பிடிக்காத ஒரு பெரிய பாவம். അത് വരാതിരിക്കണമെങ്കിൽ, அது வராமல் இருக்க வேண்டும். യെശയ്യാ പ്രവചനം 30-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. യേശയ്യാ 30:15 വാസിപ്പോ. യെശയ്യാ 30:15. മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നീ രക്ഷിക്കപ്പെടും, വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും ആണ് ഇതിന്റെ ബലം. நீங்கள் மனம் திரும்பி அமர்ந்திருந்தால் ரட்சிக்கப்படுவீர்கள், அமெரிக்கையும் நம்பிக்கையிலே உங்கள் பலன் എന്ന് പറയുന്നത് നമ്മൾ ഈ അധ്വാനിച്ചങ്ങ് പോകാൻ, நாம் முயற்சி செய்து செல்லாமல் ദൈവസന്നിധിയിൽ கர்த்தருடைய சமூகத்தில் அமர்ந்திருக்க வேண்டும். ഞാൻ ആരാണെന്നൊക്കെ ചിന്തിക്കണം. நான் யார் என்று ஆலோசனை செய்ய வேண்டும். എന്റെ നാളുകൾ എത്രയുണ്ടെന്ന് ചിന്തിക്കണം. என்னுடைய வாழ்க்கை நாட்கள் எவ்வளவு இருக்கிறது என்று சிந்திக்க வேண்டும். സങ്കീർത്തനത്തിൽ വായിക്കുന്നതാണ്, சங்கீதத்திலே வாசிக்கும் போது ഞങ്ങളുടെ നാളുകൾ ഞങ്ങൾക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം തന്നെ. என் நாட்களை இன்னும் அறிவே என்பதற்காக. കാരണം നമ്മളൊരു ചുരുക്കം ദിവസങ്ങളാണ്. ஏனென்றால் உலகத்தில் வாழ்வது குறைந்த நாட்கள். ഇവിടെ നമുക്ക് ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശമുണ്ട്, ദൈവത്തിന് നമ്മളെ കുറിച്ച് ഉദ്ദേശം, தேவனுக்கு நம்மை குறித்த ஒரு நோக்கம் இருக்கிறது. ആ ഉദ്ദേശം നിറവേറാതെ அந்த நோக்கம் நிறைவேறாது. എന്റേതായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ പോകരുത്. என்னுடைய சொந்த காரியங்களுக்காக மாத்திரம் முயற்சி செய்து போகக்கூடாது. വിശ്രമിക്കാം, கொஞ்சம் அமைந்திருக்க வேண்டும், கொஞ்சம் அமைதியா இருக்க வேண்டும். ദൈവത്തിലൊന്ന് ആശ്രയിക്കും, தேவனுடைய சமூகத்திலே அமர்ந்திருக்க வேண்டும். നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്താം. நம்முடைய செய்யக்கூடிய எல்லா காரியங்களையும் கொஞ்சம் ஆராய்ச்சி பார்க்க வேண்டும். ചില പ്രിയപ്പെട്ടവർക്ക് ഇരിക്കാനൊന്നും സമയമില്ല, சில அன்பானவர்களுக்கு அமர்வதற்கு தேவையில்லை, ഓടിയിട്ടുള്ള കാര്യവും. அங்கங்க ஓடி ஒரு பிரயோஜனம் இல்லை. ചിലർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓട്ടം, சிலர் காலையிலிருந்து நைட் வரைக்கும் ஒரே ஓட்டம், ഭയങ്കര അധ്വാനം, பல விதமான முயற்சிகள். അവസാനം വല്ല നേട്ടം വല്ലതും ഉണ്ടോ? கடைசியில் ஏதாவது தேடி இருக்கிறனால பார்த்தா കുറച്ച് നിരാശ, ஒண்ணுமே கிடைக்காது, കുറച്ച് രോഗവും, வியாதியும், കുറച്ച് പ്രയാസവും, கஷ்டங்களும், കുറെ പേരോട് പണഞ്ഞു. கொஞ்சம் பேருக்கு சண்டை போட்டுனாங்க. എന്താ കാരണം? என்ன காரணம்? ദൈവസന്നിധിയിലൊന്നും ഇരിക്കുന്നില്ല. தேவனுடைய சமூகத்திலே அமர்ந்திருப்பதில்லை. നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് പരിശോധിക്കുക, நம்முடைய வாழ்க்கையை கொஞ்சம் பரிசோதித்து பார்க்க வேண்டும். ദൈവസന്നിധിയിൽ ദൈവം നമുക്ക് ഉത്തരവാദിത്തം നിർവഹിക്കുന്നു. അത് ഞാനൊരു ദൈവദാസൻ എന്ന നിലയിൽ എന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ഞാൻ ഓടുകയാണോ? தேவனுடைய தாசன் என்ற நிலையிலே என்னுடைய காரியங்களுக்காக நான் ஓடுகிறேனா? അങ്ങനെ ഒരിക്കലും അരുതെന്നാണ് ദൈവം പറയുന്നത്. அப்படி ஏற்படக்கூடாது என்று கர்த்தர் சொல்கிறார். യിരെമ്യാവിന്റെ പ്രവചനം 9-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, യെരമ്യാ 9-ാം അധികാരം 23-ാം വചനത്തിലെ എഴുതിയിരിക്കുന്നത്, ഞാൻ തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ജ്ഞാനവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, യഹോവ ഞാൻ ഭൂമിയിൽ ദയയും ന്യായം നടത്തുന്നുവെന്ന എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ പ്രശംസിക്കുന്നു. ஞானி தன் ஞானத்தை குறித்து மேன்மை பாராட்ட வேண்டாம், பராக்கிரமம் தன் பராக்கிரமத்தை குறித்து மேன்மை பாராட்ட வேண்டாம், ஐஸ்வர்யவான் தன் ஐஸ்வர்யத்தை குறித்து மேன்மை பாராட்ட வேண்டாம். பூமியிலே கிருபையும் நியாயத்தையும் நீதியும் செய்கிற கர்த்தர் நான் என்று என்னை அறிந்து உணர்வதை குறித்தே மேன்மை பாராட்டுகிறார். ഞങ്ങളുടെ പള്ളിയിലൊക്കെ ആരെങ്കിലും മരിച്ചാൽ, என்னுடைய சபையிலே யாராவது மறித்தார், പള്ളിയിലെ പുരോഹിതന്മാർ அங்குள்ள ஆசாரியர்கள் ഡെഡ് ബോഡി ഇട്ടിട്ട് அந்த டெட் பாடியை போட்டுட்டு ഒരു പാട്ട് പാടാറ്. ஒரு பாட்டு போடுவாங்க. ഇതാണ് മനുഷ്യന്റെ അവസാനമെങ്കിൽ ധനവാന്മാർ തങ്ങളുടെ ധനത്തിൽ പ്രശംസിക്കുന്നതെന്ന്. இதுதான் மனுஷனுடைய முடிவு என்று சொன்னால் ஐஸ்வர்யவான்கள் தன்னுடைய ஐஸ்வர்யத்தை குறித்து மேன்மை பாராட்டுவது. ഇതാണ് മനുഷ്യന്റെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ പ്രശംസിക്കുന്നത്. இதுதான் மனுஷனுடைய முடிவு என்று சொன்னால் அழகாக இருக்கிறவர்கள் தன்னுடைய அழகை குறித்து மேன்மை பாராட்டுவது என்ன? ഇതാണ് മനുഷ്യന്റെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നുണ്ട്. இதுதான் மனுஷனுடைய முடிவு என்று சொன்னால் ஞானிகள் தன்னுடைய ஞானத்தை குறித்து மேன்மை பாராட்டுவது என்ன? വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി അവർ എഴുതിയുണ്ടാക്കിയ പാട്ടാണ്. இந்த வசனத்தை அடிப்படையாக வைத்து எழுதின பாட்டு. നമ്മുടെ ജീവിതം ദൈവഹിത പ്രകാരം പോകാതെ നേട്ടങ്ങൾക്ക് വേണ്ടി ഓടിയാൽ അത് ഭയങ്കര പരാജയം
ചിന്തയും നമ്മൾ നിഗളത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. தேவனுடைய சித்தத்தின்படி இல்லாமல் நம்முடைய வாழ்க்கையினுடைய முயற்சிகள் ஓட்டமெல்லாம் இருந்தால் அது தன்னை அப்படிப்பட்ட நிலைமைக்கு கொண்டு செல்ல முடியாது. ഈ സത്യം പഠിച്ചിട്ടാണ് 131 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ രേഖപ്പെടുത്തുന്നത്. இந்த சத்தியத்தை உணர்ந்தவனாகத்தான் சங்கீதக்காரன் சங்கீதம் 131 இந்த விஷயங்களை அவன் எழுதியிருக்கிறார். 131 സങ്കീർത്തനത്തിന്റെ ഒന്നാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ 131 സങ്കീതം 1 വചനത്തെ വാസിച്ചാൽ പുரிந்து கொள்ளலாம். ദൈവമേ എന്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല. കർത്താവേ ഹൃദയം ഇരുമാപ്പുള്ളതല്ല. നേരത്തെ വളരെ ഗർവമുള്ള ഒരാളായിരുന്നു. മുൻപ് ഇവർ ரொம்ப ഇരുമാപ്പുള്ളവരായിരുന്നു. സ്വന്തം നേട്ടത്തിലൊന്നും മതിമറന്ന് ജീവിച്ച ഒരാളായിരുന്നു. സ്വന്തം കാര്യങ്ങളിൽ ഈടുപെടുന്നതിൽ മികുന്ന അവർ മയങ്ങിപ്പോയിരുന്നവർ. സ്വന്തമായ കഴിവിൽ ആശ്രയിച്ച ഒരാളായിരുന്നു. സ്വന്തം സാമർത്ഥ്യത്തിലെ നേരത്തെ ചെലവഴിച്ചവർ. ആത്മീയ സത്യം മനസ്സിലാക്കിയപ്പോൾ പറയുക, ஆனால் ஆவிக்குரிய சத்தியம் அறிந்தவர்கள் சொல்லுகிறார், ദൈവമേ എന്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നു. കർത്താവേ എന്റെ ഹൃദയം ഇരുമാപ്പുള്ളതല്ല. എന്റെ ബുദ്ധിക്ക് എത്താത്ത വൻ കാര്യങ്ങൾ അത്ഭുത വിഷയങ്ങളൊന്നും ഞാൻ ഇടപെടുന്നു. പെരിയ കാര്യങ്ങളിലും ചില കർമ്മങ്ങളിലും നാം തലയിടുന്നതുമില്ല. രണ്ടാമത്തെ വാക്യം വളരെ മനോഹരമാണ്. രണ്ടാം വചനം മിகவும் അഴகான ഒരു വചനം. ഞാൻ എന്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. ഞാൻ എന്റെ ആത്മാവെ അടക്കി അമരപ്പള്ളി ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവനെ താലോലിക്കണം. നമ്മുടെ ആത്മാവെ அப்படி അമരപ്പള്ളി വിളിക്കുന്ന ഓരോ സഹോദരന്മാരും അവരുടെ ആത്മാവിനെ ഒന്ന് താലോലിക്കണം. ഇവരുടെ ഒവ്വൊരു സഹോദരനും തങ്ങളുടെ ആത്മാവെ അടക്കി വയ്ക്കണം. വിളിക്കുന്ന സഹോദരന്മാർ നിങ്ങളുടെ ആത്മാവിനെ ഒന്ന് താലോലിക്കുക. സഹോദരന്മാർ നമ്മുടെ ആത്മാവെ അടക്കി വയ്ക്കുക. ഈ ശരീരം വിട്ട് ആത്മാവ് തന്നെ പോകുമല്ലോ. இந்த ശരീരത്തെ വിട്ട് നമ്മുടെ ആത്മാവെ പോകുമ്പോൾ ഈ ആത്മാവിനെ ഒന്ന് താലോലിക്കുക. അതിന്റെ ആത്മാവെ கொஞ்சம் അടക്കി വയ്ക്കുന്നത്. കർത്താവ് പറഞ്ഞു, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഉന്നെ പോലെ പിറനെയും നേസിക്ക വേണ്ടത് കർത്താവ് சொல்லியிருக்கிறார். ഒന്നാമത് നമ്മളെ സ്നേഹിക്കാൻ, முதலாவது നമ്മെ നേസിക്ക വേണം. സഹോദരിയെ സ്നേഹിക്കാൻ, സഹോദരരെ സഹോദരിയെ ഉങ്ങളെ സഹോദരൻ നിങ്ങളെ തന്നെ ഒന്ന് സ്നേഹിക്കുക. സഹോദരരെ முதலாவது നിങ്ങൾ ഉങ്ങളെ സ്നേഹിക്കുക. നിങ്ങളുടെ ആത്മാവിനെ ഒന്ന് സ്നേഹിക്കുക. നിങ്ങളുടെ ആത്മാവിനെ முதலாவது നേസിക്കുക. മനഃശേഷം എങ്ങോട്ടാ പോകുന്നുള്ള കാര്യം ഒന്ന് ചിന്തിക്കുക. അതിന് പിറകെ നമ്മുടെ എന്ത് പത്രത്തിലെ പോകുമെന്ന് ചിന്തിക്കുക. ധനവാൻ മരിച്ച് യാതനാസ്ഥലത്തേക്ക് പോയി. അന്ന് ഐശ്വര്യവാൻ മരിച്ച് ഉപദ്രവപ്പെടുന്നിടത്ത് വീണ്ടും ചെറിയ മക്കളോ മറുപടി പിറന്ന ദൈവന്റെ പിള്ളകളെ അവർ വിട്ടുപിരിയുമ്പോ കർത്താവിന്റെ അടുക്കലേക്കാ പോകും. അവർ இந்த உலகத்தை விட்டு போகும்போது கர்த்தருடைய சமூகத்துக்கு போகிறார். അവിടെ ചെല്ലുമ്പോ കർത്താവിന്റെ ന്യായസ്ഥലത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. அங்கே போகும்போது கர்த்தருடைய நியாய ஸ்தலத்துக்கு முன்பாக நிற்க வேண்டும். നമ്മൾ ചെയ്തതെല്ലാം അവിടെ വെളിപ്പെട്ടു വരും. നാം ചെയ്ത എല്ലാ കാര്യങ്ങളും നമുക്ക് വെളിപ്പെടും. ഈ ലോകത്തിന് വേണ്ടി മാത്രം ചെയ്തവർ അവിടെ ലജ്ജിക്കേണ്ടി വരും. இந்த உலகத்திற்காக மாத்திரம் வாழ்ந்தவர்கள் அங்கே வெட்கப்படுவார். നമ്മളിവിടെ എല്ലാം ഒന്നാം സ്ഥാനത്തിന് വേണ്ടി ഓടുകയാണ്. இங்கே நாம் எல்லாரும் முதல் ஸ்தானத்தில் இருக்கும்படியாக நாம் മുയற்சிக்கிறோம், പ്രവർത്തിക്കുകയാണ്, ചെയ്യുകയും. പക്ഷേ ആത്മാവിനെ ഒന്ന് താലോലിക്കും. അവരുടെ ആത്മാവുക്കാக ഏதாவது செய்கிறோமா? കർത്താവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ആളുടെ സമൂഹത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ സ്ഥിതി എങ്ങനെയായിരിക്കും? നമ്മുടെ നിലവിൽ എപ്പടി இருக்கும்? ഞാൻ എന്റെ ആത്മാവിനെ താലോലിച്ച് മിണ്ടാതെ என்னுடைய ஆத்மாவை நான் அடக்கி அமரப்பட வேண்டும். അപ്പൊ സ്വയത്തിൽ പ്രശംസിക്കാതെ நம்முடைய சுயநலத்தை குறித்து சுயத்திலே பேசாமல் നമുക്കെല്ലാം തരുന്ന, നമുക്ക് എല്ലാവற்றைയും തരக்கூடிய, എല്ലാം ന്യായമായിട്ട് ചെയ്യുന്ന, എല്ലാവற்றைയും നീതിയായി ചെയ്യുന്ന ദൈവത്തിൽ ആശ്രയിക്കും. ദൈവത്തിലെ செயல்படும் ഒരു പ്രത്യേകമായിട്ടുള്ള കൃപ തരുന്ന മക്കൾ, அப்படிப்பட்ட ஒரு விசேஷித்த கிருபையை கர்த்தர் தருகிறார். അപ്പോൾ നമ്മൾ നിഗളിക്കുന്നില്ല. அப்பொழுது நாம் புகழ்ச்சி அடைவதில்லை. ദൈവസ്നേഹം ഒരിക്കലും നിഗളിക്കില്ല. தேவ அன்பு தற்புகழ்ச்சியின் ஆளாகும். അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് ദൈവസ്നേഹം ചീർക്കുന്നില്ല എന്ന്. അടുത്തதாக வாசிக்கிறோம், தேவ அன்பு இருமாப்பாகிறார். താൻ എന്തോണെന്ന് ഭാവിച്ചിങ്ങനെ വീഴ്ത്തുകാരനായിരിക്കും. തന്നെ ഗർവപ്പെടുത്തി, തന്നെ മേന്മപ്പെടുത്തി ഗർവமாக வாழ்வது. ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ദൈവദാസന്മാരെല്ലാം തന്നെത്താൻ ഒഴിക്കുന്നവരല്ല. தேவனால் பயன்படுத்தப்பட்ட தேவதாசர்களெல்லாம் தன்னை மிகவும் தாழ்த்தக்கூடியவர். ദൈവദാസനായ ദാവീദിനെ ദൈവം അനുഗ്രഹിച്ചപ്പോ தேவனுடைய தாசனாகிய தாவீதை கர்த்தர் ஆசீர்வதித்த போது ദാവീദ് പറഞ്ഞ പ്രത്യേക വാക്കുണ്ട്. தாவீது சொல்லக்கூடிய விசேஷமான ஒரு வார்த்தை உண்டு. 2 ശമൂവേൽ 7-ാം അധ്യായത്തിന്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ പഠിച്ചാൽ 2 സാമുവേൽ 7-ാം അധ്യായം 18 മുതൽ 22 വചനങ്ങളെ പഠിച്ചാൽ தெரியும். ദൈവം ദാവീദിനെ അനുഗ്രഹിച്ചു. കർത്തർ ദാവീദിനെ ആശീർവദിച്ചാർ. ആട്ടിൻതൊഴുത്തിൽ കിടന്ന ദാവീദിനെ, ആട്ടുതൊഴുത്തിലെ ദാവീദെ ഇസ്രായേലിന്റെ രാജാവാണ്, ഇസ്രായേലിന്റെ രാജാവാണ്. ആനവട്ടാരം കൊടുത്തു, അരമനയെ കൊടുത്ത, ഇഷ്ടംപോലെ സൈന്യത്തെ കൊടുത്തു, എല്ലാ സേനയെ കൊടുത്ത, അധികാരം കൊടുത്തു. ഇതെല്ലാം ലഭിച്ചവർ ദാവീദ് ഇതെല്ലാം கிடைத்தவர்களுக்கு தாவீது അകത്തി എന്ന உள்ளே சென்று ദൈവസന്നിധിയിൽ ഇരുന്ന
தேவனுடைய சமூகத்தில் മുട്ടുകുത്തി പറഞ്ഞത് முழங்கால் படிட்டு சொல்லுகிறார், കർത്താവേ ഞാൻ എന്തുള്ളൂ, நான் எம்மாத்திரம், എന്റെ കുടുംബം എന്തുള്ളൂ, என் வீடு எம்மாத்திரம், എന്നെ ഇത്രമാത്രം അനുഗ്രഹിച്ചല്ലോ. என்னை இதுவரைக்கும் ஆசீர்வதிக்கிறேன். ദൈവം നമുക്ക് കൃപ തരുമ്പോ, தேவன் நமக்கு தேவையான கிருபையை கொடுக்கும், വിദ്യാഭ്യാസം തരുമ്പോ, கல்வி தரும்போது, സമ്പത്ത് തരുമ്പോ சொத்துக்களை தரும்போது കർത്താവിനോട് പറയണം, ஆண்டவருக்கு சொல்ல வேண்டும், ഇതൊന്നും ലഭിക്കാൻ ഞാൻ യോഗ്യനല്ല, இதெல்லாம் பெற்றுக் கொள்வதற்கு நான் தகுதியுள்ளவன், ഇതെല്ലാം എനിക്ക് കർത്താവ് തന്നതാണ്. இதெல்லாம் கர்த்தருக்கு கொடுத்தேன். ഈ ചിന്ത ഹൃദയത്തിൽ വരുമ്പോ, இந்த எண்ணம் நம்முடைய மனதிலே வரும்போது, ഈ ദാവീദും ശമൂവേലും ഉണ്ടല്ലോ, இந்த தாவீதும் சாமுவேலும் ദൈവനാമത്തിൽ ഒരുപാട് കൊടുത്തവര്, கர்த்தருக்காக அதிகமாக கொடுத்தவர்கள், എണ്ണിക്കൂടാത്ത മൃഗങ്ങളൊക്കെയാണ് യാഗം അർപ്പിച്ചത്. எல்லாம் எண்ண முடியாத மிருகங்களை எல்லாம் பலி செலுத்தினார். അപ്പൊ ദൈവം നമുക്ക് തരുന്നു എന്നുള്ള ചിന്ത കയറി വരുമ്പോ, தேவன் நமக்கு தருகிறார் என்ற எண்ணம் நமக்கு வரும்போது, എമ്പലമേ യഹോവയെ വാഴ്ത്തുക, என் ஆத்மாவே கர்த்தரை ஸ்தோத்திரி, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക, முழுவதுமே அவருடைய பரிசுத்த நாமத்தை ஸ்தோத்திரி, എമ്പലമേ യഹോവയെ വാഴ്ത്തുക, என் ஆத்மாவே கர்த்தரை ஸ்தோத்திரி, അവന്റെ ഉപകാരങ്ങളൊന്നും മറന്നു. அவர் செய்த சகல உபகாரங்களையும் மறவார். അപ്പോൾ എവിടെയും നമുക്കൊരു വിനയമുണ്ട്. எனவே அப்படிப்பட்ட ஒரு எண்ணம் நமக்கு இருக்கு. വില്യം കേരി എന്ന് പറയുന്ന ദൈവാസനം നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. வில்லியம் கேரி என்ற தேவதாசனை நீங்கள் கேட்டிருப்பீர்கள். അദ്ദേഹത്തിന് ആരംഭത്തിൽ ചെരുപ്പ് ശരിയാക്കുന്ന ജോലിയാണ്. அதற்கு ஆரம்பத்திலே செருப்பு தைக்கிற ஒரு தொழிலாளி. എന്നാൽ യേശുക്രിസ്തു വിശ്വസിച്ചു വലിയൊരു ആത്മീയ പണ്ഡിതനാണ്. அவர் ஆண்டவராய் இயேசு கிறிஸ்துவை சுவாசித்து ആത്മപ്രകാരമായ ആവിക്കുரிய പണ്ഡിതനാണ്. 34 ഭാഷയിൽ ബൈബിൾ വിവർത്തനം ചെയ്യുന്ന, ബൈബിളിന്റെ ഓരോ ഭാഗം വിവർത്തനം ചെയ്യുന്ന ഒരു ദൈവാസനായിരിക്കും. വേദത്തിൻ പകുതികളെ 34 ഭാഷകളിൽ മൊഴിപെയർപ്പ് ചെയ്യக்கூடிய പണ്ഡിതരായിരുന്നു. ആ വില്യം ഒരു വലിയ സമസ്യയിൽ ഇരിക്കുമ്പോൾ, വില്യം കേരിക്ക് அப்படிப்பட்ட ഒരു பெரிய നിലമേ വരുമ്പോൾ ഒരു മനുഷ്യൻ അതിനകത്തൊന്ന് പരിഹസിക്കണമെന്നോ, ഒരു മനുഷ്യരെ பார்த்து പരിഹാസിக்க വേണ്ടതിന്റെ എവിടെ ചെന്നാലും എല്ലാവരും ആദരിക്കുന്ന ഒരു മനുഷ്യനായിട്ട് ഇരിക്കുമ്പോഴാണ് വില്യം കേരി എക്ക് പോണാലും അവർ മതിക്കുന്ന നിലമയിൽ ഇരിക്കുമ്പോൾ ഒരാൾ എന്നിട്ട് പറഞ്ഞത്, നിങ്ങൾ ഒരു ചെരുപ്പ് കുത്തിയാണെന്ന് ഞാൻ കേട്ടല്ലോ. ஒருவர் அவரை பரிகாசம் செய்து பேச வேண்டும் என்று நீங்கள் செருப்பு தைக்கிற வேலை செய்தவர் என்று நான் கேள்விப்பட்டேன். അപ്പൊ ആ വില്യം എഴുന്നേറ്റ് പറഞ്ഞു, வில்லியம் கேரி என்று சொன்னார், പ്രഭു ഞാൻ ചെരുപ്പ് ഉണ്ടാക്കുന്ന ആളല്ലായിരുന്നു, அவர் சொன்னார் நான் செருப்பு தயாரிக்கிற ஆள் கூட இல்ல, നിങ്ങൾ കേട് വന്ന ചെരുപ്പ് ശരിയാക്കി കൊടുക്കുന്നതാണ്. பிஞ்சு போன செருப்பு சரி பண்ற வேலை செய்யும். ഓ, ആ മനുഷ്യൻ കൊണ്ട് അതിശയിച്ചു പോയി. அவரே ஆச்சரியப்பட்டு போனார். നിങ്ങൾ ചെരുപ്പുണ്ടാക്കുന്ന ആളാണെന്ന് പറഞ്ഞ് വില്യം കേരിയെ പരിഹസിക്കാൻ ശ്രമിച്ചതാണ്. அவரை நீ செருப்பு தயாரிக்கிறவர் என்று பரிகாசம் செய்ய நினைத்து வந்து பேசுறார். വില്യം കേരി പറഞ്ഞ ഞാൻ ചെരുപ്പ് ഉണ്ടാക്കുന്ന ആളല്ല, ഇട്ട തേഞ്ഞ ചെരുപ്പ് ശരിയാക്കി കൊടുക്കുന്നതാണ്. வில்லியம் கேரி சொன்னார், நான் நடந்து தேய்ந்து போன கிழிந்து போன செருப்பை தைத்து கொடுக்கிறோம். എന്താ അങ്ങനെ പറയാൻ കാരണം? அப்படி சொல்வதற்கு காரணம் என்ன? ദൈവസ്നേഹം കൊണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയം നടന്നതുകൊണ്ട്. தேவனுடைய அன்பு ஒரு உள்ளத்தில் நிறைந்திருந்ததினாலே. അതല്ല, സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന നിലയിൽ ഒരാളെ പരിഹസിച്ച് അവർക്ക് ദേഷ്യം വരും. சமுதாயத்தில் உயர்ந்த நிலையிலே இருக்கக்கூடிய ஒருவரை பரிகாசம் செய்தால் പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ആരെങ്കിലും പരിഹസിച്ചാൽ, அருமையானவர்களே, யாராவது உங்களை ஒருவரை பரிகாசம், ആരെങ്കിലും താഴ്ത്തിക്കെട്ടി പറഞ്ഞു, யாராவது உங்களை மட்டம் தாழ்த்தி അവർ பேசினார், താഴ്ത്തിയതിനേക്കാൾ നിങ്ങൾ താഴെയാണെന്ന് പറഞ്ഞാൽ, அவர் தாழ்த்துகிறதை விட நீங்கள் இன்னும் அதிகமாக உங்களை தாழ்த்தினார், ഒരിക്കലും നാം പതറിപ്പോകും. நாம் ஒருபோதும் கெட்டு போகுது. നമ്മുടെ ഹൃദയത്തിന്റെ അടുത്തത്തിൽ താഴ്മ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. நம்முடைய இதயத்தின் ஆழத்திலே தாழ்மை குணம் இருந்தாலே முடியும். ദൈവസ്നേഹം ഉള്ളിൽ വന്നാൽ ചീർക്കുകയില്ല. அந்த தேவ அன்பு நமக்குள் வந்தால் அந்த இருமாப்பு இருக்காது. ഞാനോ മനുഷ്യനെ ഒരു കൃമിയത്ര എന്ന് പറയത്തക്കവണ്ണം തന്നെത്താൻ താഴ്ത്തിയ ക്രിസ്തുവിന്റെ സ്നേഹം എപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ടായി. நானோ மனுஷனல்ல ஒரு புழு என்று தன்னை தாழ்த்தின இயேசு கிறிஸ்துடைய சிந்தை நமக்கு வேண்டும். അടുത്തായിട്ട് സ്നേഹത്തിന്റെ ഒരു പ്രത്യേകം നമുക്ക് ചിന്തിക്കാം. அடுத்து தேவனுடைய அன்பினுடைய இன்னொரு புறத்தை சிந்திக்கலாம். ഈ സ്നേഹം അയോഗ്യമായിട്ട് നടന്നില്ല. இந்த அன்பானது அயோக்கியமாய் செய்வதில்லை. സ്നേഹം ക്ഷമിക്കും, ദീർഘമായി ക്ഷമിക്കും, ദയ കാണിക്കും, സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, മാത്രമല്ല അയോഗ്യമായിട്ട് നടക്കത്തില്ല. அன்பு நீடிய சாந்தமாயிருக்கும், தயவுள்ளதாயிருக்கும், பொறாமைப்படாது, தன்னை புகழாது, இருமாப்பாது மட்டுமல்ல, അയോഗ്യമായ എന്ത കാര്യത്തെയും ചെയ്യാം. ദൈവസ്നേഹം ഉള്ളിലുള്ള ഒരു യുവാവോ യുവതിയോ ഒരിക്കലും അയോഗ്യമായിട്ട് ജീവിക്കരുത്. தேவனுடைய அன்பு உள்ளில் இருக்கக்கூடிய ஒரு வாலிபனோ ஒரு வாலிப சகோதரியோ சகோதரனோ எந்த விதமான அயோக்கியமான காரியத்தையும் செய்ய மாட்டார். പിന്നെ അവരെന്ത് ചെയ്താലും ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ചെയ്യും. அவர்கள் எதை செய்தாலும் கர்த்தரை நினைத்துக் கொண்டே அவர்கள் செய்வார்கள். അപ്പോസ്തലനായ പൗലോസ് അതിന് ഉദാഹരണമായിരുന്നു. அப்போஸ்தலனாகிய പൗലോസ് இதற்கு ஒரு உதாரணமாக இருந்தார். കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം പഠിച്ചാൽ അറിയാം. 9-ാം അധികാരം 2-ാം അധികാരം 9-ാം വചനം. അവിടെ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവരെ പ്രസാദിപ്പിക്കുന്നതാകുവാൻ ആഗ്രഹിക്കും. അതിനെ നാം ശരീരത്തിൽ കുടിയിരുന്നാലും കുടിയിരാமல் പോனாலும் അവർക്ക് പ്രിയമാനവരായി இருக்க നാടുന്നു. നിങ്ങൾ ആ ഭാഷാപ്രയോഗം ശ്രദ്ധിച്ചോ? அந்த வார்த்தைகளை கவனித்தீர்களா? ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ ദൈവത്തെ പ്രസാദിക്കും. ശരീരത്തിനുള്ളിൽ இருந்தாலும் ശരീരത്തെ വിട്ടു പോனாலும்
പറഞ്ഞാൽ ജീവിച്ചാലും വേണ്ടിയില്ല, മരിച്ചാലും വേണ്ടില്ല, ഞാൻ ദൈവത്തെ പ്രസാദിക്കും. நாங்கள் உயிரோடு வாழ்ந்தாலும் சரி செத்தாலும் சரி கர்த்தருக்கு பிரியமா இருப்போம். രോഗം വന്നാലും ആരോഗ്യമുണ്ടെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കും. നമുക്ക് വ്യാധി വന്നാലും ശരി സുഖം ഇരുന്നാലും ശരി കർത്തർക്ക് പ്രിയമുള്ളവരായി இருப்போம். ആരെങ്കിലും പ്രോത്സാഹിപ്പിച്ചാലും വേണ്ടിയില്ല, നിരാശപ്പെടുത്തിയാലും വേണ്ടിയില്ല, ഞങ്ങൾ ദൈവത്തെ പ്രസാദിക്കും. മറ്റുള്ളവരെ മതിച്ചാലും ശരി ദൂഷിച്ചാലും சரி கர்த்தருக்கு பிரியமானவர்களாய் இருப்போம். ഇത് പൗലോസ് എവിടുന്നാ പഠിച്ചതെന്നറിയാം? பவுல் இந்த உண்மையை எங்கிருந்து படித்தார் தெரியுமா? കർത്താവിന് പഠിച്ചതാണ്. இயேசு கிறிஸ்துவிடத்திலிருந்து அவர் படித்தார். യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം പഠിച്ചാൽ யோவான் 4:34 நாம் படித்தால் இது தெரியும். നമ്മുടെ കർത്താവിനെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ സത്യമാണ്. ஆண்டவராய் இயேசு கிறிஸ்துவை நாம் நோக்கி பார்த்தால் நாம் அறிந்து கொள்ளக்கூடிய ஒரு சத்தியம். അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ വേല തികയ്ക്കുന്നത് എന്റെ ആഹാരം. என்னை அனுப்பினவருடைய சித்தத்தை செய்து அவருடைய கிரியைகளை செய்து முடிப்பதே என்னுடைய ஆகாரம் போஜனம் என்று சொன்னார். ഈ കർത്താവിന്റെ പഠനമുണ്ടല്ലോ, വളരെ ലളിതമാണെങ്കിലും അത് പഠിച്ച ഭയങ്കര ആഴം. அந்த கர்த்தரை பற்றிய அந்த விஷயங்களை நாம் பார்ப்பதற்கு மிகவும் எளிதாக இருந்தாலும் அதை படித்து தியானித்தால் மிக ஆழமான சத்தியங்கள் இருக்கிறது. മനുഷ്യരൊക്കെ പഠിപ്പിക്കുമ്പോൾ ദൈവശാസ്ത്രം, ക്രിസ്തുശാസ്ത്രം, ഇങ്ങനെയുള്ള ശാസ്ത്രമായിട്ടൊക്കെയാണ് പഠിപ്പിക്കുന്നത്. மனுஷர்கள் எல்லாம் இதை குறித்து நேசிக்கும் பொழுது நாம் சொல்லித் தரும் பொழுது தெய்வ சாஸ்திரம், மனித சாஸ்திரம், தூதர் சாஸ்திரம் என்று சாஸ்திரங்களாக போதிப்பார். സാധാരണക്കാർ കേൾക്കും ഭയങ്കര ഭയം കൂടും. சாதாரணமானவர்களுக்கு இதெல்லாம் கேட்கும்போது ரொம்ப பயம் இருக்கும். ദൈവശാസ്ത്രം, ക്രിസ്തുശാസ്ത്രം, മനുഷ്യശാസ്ത്രം ഇതൊക്കെ എന്ത് പഠിക്കാൻ പറ്റുമോ? தெய்வசாஸ்திரம், தூதர் சாஸ்திரம், மனுஷ சாஸ்திரம் இதெல்லாம் கேட்கும்போது இதெல்லாம் படிக்க முடியுமான்னு ரொம்ப கஷ்டமா இருக்கும். സാധാരണ വിശ്വാസങ്ങൾക്ക് ഒരു ഭയം. சாதாரண விசுவாசிகளுக்கு இந்த வார்த்தைகளை கேட்கும் போதே ஒரு பயம் இருக்கும். കർത്താവ് പറയുന്നത് കേട്ടാൽ அந்த ஆண்டவர் சொல்லுவதை கேட்கும் போது വായും വയറും ഉള്ളവർക്കൊക്കെ മനസ്സിലാവും. வாயும் வயிறும் சொல்வது நல்லா புரியும். കർത്താവ് പറയും, എന്നെ അയച്ചു ഇഷ്ടം ചെയ്തതിന് വേല ചെയ്യുന്ന എന്റെയാണ്. என்னை அனுப்பினவருடைய சித்தத்தை செய்வதே என்னுடைய போஜனம் എന്ന് പറഞ്ഞാല് ഏത് സാധാരണ മനുഷ്യനും മനസ്സിലാകും. അപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആഴം. இந்த வசனத்தை எந்த ஒரு மனுஷனும் கேட்டால் புரிந்து கொள்ள முடியும். ஆனால் அதை உள்ளுக்குள் படிக்கும் பொழுது மிக ஆழமான சத்தியங்கள் இருக்கிறது. കേരളത്തിലെ സഭയിലെ ചിലരൊക്കെ പറയും, ഉപദേശിനുള്ള ഭൗമസഭയിൽ വരാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സമയമില്ല. கேரளத்தில் உள்ள சபையில் உள்ள சிலர் சொல்வார்கள், உதேசியாருடைய வீட்டுக்கு வருவதற்கு விருப்பம் இருக்குது, நம்ம நேரம் கிடைக்கும். അതുപോലെ പരസ്യത്തിലൊക്കെ വരാൻ ആഗ്രഹമുണ്ട്, സമയമില്ല. வெளிப்பிரசங்கத்துக்கு வருவதற்கு எங்களுக்கு ஆர்வம் இருக்கிறது, ஆனால் சமயம் இல்லை. എന്നാൽ കർത്താവ് പറയാ, കർത്താവ് വേല ചെയ്യുന്നത് കർത്താവിന്റെ ആഹാരമാണ്. ஆனால் ஆண்டவர் சொல்லுகிறார், பிதாவுடைய சித்தத்தை செய்வதே என்னுடைய ஆகாரம். ചിലർ പറയും, കഴിഞ്ഞ ഒരാഴ്ച എനിക്ക് പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റിയില്ല, കാരണം എനിക്ക് സമയമില്ലായിരുന്നു പറയാം. சிலர் சொல்வாங்க, இந்த வாரத்துல கூட்டத்துக்கு வர முடியல, ஜெபத்துக்கு வர முடியல, ஏன்னா நேரம் இல்லை. എന്നാൽ അങ്ങനെയോട് പറയാൻ പറ്റും, കഴിഞ്ഞ ഒരാഴ്ച എനിക്ക് സമയമില്ല, ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചില്ലെന്ന് ആരെങ്കിലും പറയാം. யாராவது எனக்கு போன வாரத்துல ரொம்ப பிஸியா இருந்தேன், நேரம் இல்லாமல் சாப்பிடலன்னு சொல்லுவாங்க. കഴിഞ്ഞ ആഴ്ച എനിക്ക് ബൈബിൾ ക്ലാസ് വരാൻ പറ്റില്ല, എനിക്ക് സമയമില്ല. ബൈബിൾ ക്ലാസ്, ബൈബിൾ സ്റ്റഡിക്ക് ഞാൻ പോன വാரம் வரல, കാരണം എനിക്ക് നേരമില്ല. ഈ വാക്യം പഠിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ പറയണം, കഴിഞ്ഞ ആഴ്ച എനിക്ക് സമയം, ഞാൻ വെള്ളം കുടിച്ചതേ ഇല്ല. இப்படி இந்த வசனத்தை சொல்றவங்க எல்லாம் என்ன சொல்லுவாங்கன்னா, போன வாரம் எனக்கு சமயமே கிடைக்கல, தண்ணி குடிக்கல. വെള്ളം കുടിക്കാതിരിക്കാത്തക്കവണ്ണം തിരക്കാർക്കും தண்ணி குடிக்க முடியாத அளவுக்கு பிஸியா இருப்பாங்க. വിശക്കുമ്പോ ആഹാരം കഴിക്കാൻ സമയമില്ലാത്തക്കവണ്ണം ആർക്കെങ്കിലും തിരക്കുണ്ടോ? பசிக்கும் போது சாப்பிட முடியாத அளவுக்கு பிஸியான வேலை செய்யறவங்க இருக்காங்களா? അത്രയും തിരക്കില്ലെങ്കിൽ, அப்படிப்பட்ட ஒரு பிஸி இல்லைன்னா ആത്മീയ കാര്യത്തിനും തിരക്കൊന്നുമില്ല. ஆவிக்குரிய காரியங்களுக்கும் அப்படிப்பட்ட பிஸியை சொல்லலாம். കർത്താവിന്റെ പഠനം அதுதான் கர்த்தருடைய பற்றி பாடி. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ബൈബിൾ ക്ലാസ്സിന് പോയില്ലെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഈ വചനം പഠിച്ചാൽ இந்த வசனத்தை படித்தால் பைபிள் ஸ்டடிக்கு போவதற்கு நேரம் இல்லை என்று யாரும் சொல்ல முடியாது. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയില്ലെന്ന് പറയാൻ പറ്റില്ല. எனக்கு நேரம் இல்லாதனாலே ஜெபக்கூட்டத்துக்கு போகவில்லை என்று யாரும் சொல்ல முடியாது. നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ സമയമുണ്ടെങ്കിൽ ആത്മീയ കാര്യത്തിന് സമയമുണ്ട്. உங்களுக்கு தண்ணி குடிப்பதற்கு நேரம் இருந்திருக்குமானால் இந்த ஆவிக்குரிய காரியங்களுக்கும் நேரம் கண்டிப்பா உண்டு. വളരെ ലളിതമാണ്, പക്ഷെ ഭയങ്കര ആഴം. மிகவும் எளிதான விஷயங்கள், ஆனால் ஆழம் அதிகமான. എന്നെ അയച്ചവന് ഇഷ്ടം ചെയ്തതിന്റെ വേല തയ്ക്കുന്നതാണ് എന്റെ. என்னை அனுப்பினவருடைய சித்தத்தை செய்வதே என்னுடைய போஜனமாக. 8:29 യോഹന്നാൻ 8:29 നോക്കിക്കോ. யோவான் 8:29 பாருங்கள். എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട്, ഞാൻ എല്ലായ്പ്പോഴും ഒരു പ്രസാദപൂർവ്വം ചെയ്യുന്നവൻ ഏകനായിട്ട് വിട്ടിട്ടില്ല. என்னை அனுப்பினவர் என்னுடனே கூட இருக்கிறார், பிதாவுக்கு பிரியமானவரை நான் எப்பொழுதும் செய்ய முடியாது, அவர் என்னை தனியே இருக்க விடவில்லை. ഇപ്പൊ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറയുന്നത് സഭായോഗത്തിൽ വരുമ്പോൾ മാത്രമല്ല. எனவே கர்த்தரை நாம் பிரியப்படுத்துவது என்பது கூட்டத்திற்கு வருவது மாத்திரமല്ല, നമ്മൾ മാർക്കറ്റിൽ സാധനം വാങ്ങിക്കാൻ പോകുമ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കുക. மார்க்கெட்டில் போய் பொருள் வாங்க போகும்போதும் கர்த்தருக்கு பிரியமாயிருக்கிறது. നമ്മൾ ഏത് ജോലി ചെയ്യുന്നാൽ ജോലിക്ക് പോകുമ്പോഴെല്ലാം നാം ദൈവത്തെ പ്രസാദിപ്പിക്കണം. நாம் வேலைக்கு போகிறோம், வேலைக்கு போகும்போது கூட வேலையிலும் கூட கர்த்தருக்கு பிரியமாயிருக்க வேண்டும். നമ്മുടെ അടുത്ത വീട്ടുകാരോട് സംസാരിക്കുമ്പോൾ എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും ഒരു പ്രസാദം പറയുന്നുണ്ട്. അടുത്തുള്ളവരോട് സംസാരിക്കുമ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കണം. வீட்டுக்கு அருகாமையிலே சம்பாஷிக்கும் போது பேசும்போது கூட என்னை அனுப்பினவர் என்னுடனே கூட இருக்கிறார் என்று அவருக்கு பிரியமானவர்களை நாம் செய்ய வேண்டும். മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെ കണ്ട് ദൈവത്തെ
പ്രസാദിപ്പിക്കണം. മൂത്ത സഹോദരികളെ നാം നമ്മുടെ തായികളെ പോലെ തായ്മാരെ പോലെ നാം ഭാവിച്ച് പേശ വേണ്ടും. ഇളയ സ്ത്രീകളെ അന്യത്തിമാരെ പോലെ കണ്ട് നാം ദൈവത്തെ പ്രസാദിപ്പിക്കണം. ഇളയ സഹോദരികളെ നമ്മുടെ തങ്കമാർ പോലെ നാം ഭാവിച്ച് പേശ വേണ്ടും. മൂത്ത സഹോദരന്മാരെ പിതാക്കന്മാരെ പോലെ കണ്ട് നാം ദൈവത്തെ പ്രസാദിപ്പിക്കണം. മൂത്ത സഹോദരരെ നമ്മുടെ തകപ്പുകളെ പോലെ ഭാവിച്ച് പേശ വേണ്ടും. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ദൈവത്തെ പ്രസാദിപ്പിക്കുമെന്ന ദൈവത്തിന് യോഗ്യമായ ജീവിതം நாம் நம்முடைய வாழ்க்கையின் எல்லா சூழ்நிலைகளிலும் கர்த்தருக்கு பிரியமானவைகளை நாம் செய்யும் பொழுது கர்த்தருக்கு உகந்த ஜீவியம். എന്താ കാരണം? നാം ഇളയാത്ത രാജ്യം പ്രാപിക്കാൻ പോകുകയാണ്. അസയാத രാജ്യത്തെ നാം പെറപ്പോകുന്നു. എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യം വായിച്ചാൽ എബ്രായർ 12-ാം അധികാരം 28-ാം വചനത്തെ വാസിക്കുമ്പോൾ അറിയാം. ആകെ ഇളയാത്ത രാജ്യം നാം പ്രാപിക്കുന്നവരായതുകൊണ്ട് ദൈവത്തോട് നന്ദിയുള്ളവരായി ഭയഭക്തിയുള്ളവരായി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരുക. ആദലാൽ അസൈയില്ലാത്ത രാജ്യത്തെ പെരുതലുള്ളാകിയ നാം ഭയത്തോടും ഭക്തിയോടും ദൈവത്തിന് പ്രിയമായ ആരാധന ചെയ്യുമ്പോൾ കൃപയെ പറ്റിക്കൊള്ളവരാണ്. യഥാർത്ഥ ദൈവസ്നേഹം യോഗ്യമായി ജീവിക്കുക, അയോഗ്യമായി ഭവിക്കുകയും ജീവിക്കുക. ഉണ്മயான தேவனுடைய அன்பு யோக்கியமான வாழ்க்கை வாழ வேண்டும், அயோக்கியமான வாழ்க்கை வாழக்கூடாது. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ நான் உங்களை நேசிப்பது போல நீங்கள் ஒருவரில் ஒருவர் அன்பாயிருக்கிறேன். ഈ സ്നേഹം ദീർഘമായി ക്ഷമിക്കും, இந்த அன்பு நீடிய சாந்தமுள்ளது, ദയ കാണിക്കും, தயவு காண்பிக்கும், സ്പർദ്ധിക്കത്തില്ല, அது பொறாமைப்படாது, നിഗളിക്കത്തില്ല, புகழாது, ചീർക്കത്തില്ല, இருமாப்பாயிராது, അയോഗ്യമായിട്ട് ഒന്നും കാണുകയോ പറയുകയോ ചെയ്യുകയോ ചെയ്യത്തില്ല. அயோக்கியமானதை பார்க்கவோ செயல்படவோ പേശവോ ചെയ്യാതെ. ഇത് താഴോട്ട് അങ്ങനെ അനേക പ്രത്യേകതകളുണ്ട്. கீழே அநேக தன்மைகள் சொல்லப்பட்டிருக்கு. അതെല്ലാം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുക. அதெல்லாம் നിങ്ങൾ വീട്ടിലെ പോയി പഠിക്കുക. അടുത്തதாக കർത്താവ് എന്തിനു വേണ്ടിയാണ് സഭയെ സ്ഥാപിച്ചത്? கர்த்தர் இந்த சபையை ஸ்தாபித்ததுடைய நோக்கம் என்ன? നാം ചിന്തിച്ചു, കർത്താവിന്റെ സഭയിൽ കർത്താവൻ ആകുന്ന പാറമേൽ സഭയെ കർത്താവ് പണിതു. கிறிஸ்துவாகிய கற்பாறையின் மேல் கர்த்தர் தம்முடைய சபையை ஸ்தாபித்தார். അത് കർത്താവ് സ്വന്തം രക്തത്താലാണ് സമ്പാദിച്ചതെന്ന് നമ്മൾ ചിന്തിച്ചു. இயேசு கிறிஸ்து தம்முடைய சொந்த ரத்தத்தினாலே அந்த சபையை சம்பாதித்தார் என்று சிந்தித்தோம். അതുകൊണ്ട് വിശ്വാസികൾ ജീവിക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു. எனவே விசுவாசிகள் கடைபிடிக்க வேண்டிய பல விஷயங்களை நாம் சிந்தித்தோம். ഇനി അടുത്തായിട്ട് എന്തിനാ കർത്താവ് സഭയെ സമ്പാദിച്ചത്? கர்த்தர் எதற்காக சபையை சம்பாதித்தார்? ഉത്തരം പുറപ്പാട് പുസ്തകം 29:46 നോക്കുക. அதனுடைய பதில் யாத்ராகமம் புத்தகம் പുറപ്പാട് 29:46. 29:46. யாத்ராகமம் 29:46. ഞാൻ അവരുടെ മധ്യത്തിൽ വസിക്കേണ്ടതിന് അവരെ മിസ്രിൽ കൊണ്ടുവന്ന യഹോവ ഞാനാണെന്ന് അവർ അറിഞ്ഞു. தங்கள் நடுவே தான் வாசம் பண்ணும்படி தங்களை எகிப்து தேசத்திலிருந்து புறப்படப்படின நான் தங்கள் தேவனாகிய கர்த்தர் அவர்கள் அறிவார்கள். ഞാൻ അവരുടെ മധ്യത്തിൽ വസിക്കണം. நான் அவர்கள் നടുവേ വാസം பண்ண வேண்டும். അപ്പൊ ഇവിടെ ഇതിന്റെ പശ്ചാത്തലം പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അറിയാം. ഇതിനുடைய കാരണത്തെ യാത്രാഗമം പുസ്തകത്തിലെ വാസിക്കുമ്പോൾ தெரிகிறது. അടിമ വീടായ മിസ്രൈമിൽ കിടന്ന ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിച്ചു. അടിമത്തന വീടാകിയ ഈജിപ്തിലിருந்து தேவன் தம்முடைய ஜனங்களை விடுவித்தார். ഫറവോന്റെ അടിമത്തിൽ നിന്നും ദൈവം ഇസ്രായേൽ മക്കളെ വീണ്ടെടുത്തു. ഫറവോന്റെ അടിമത്തനത്തിലിருந்து ഇസ്രായേൽ ജനങ്ങളെ தேவன் மீட்டெடுத்தார். എന്തിനു വേണ്ടിയാ വീണ്ടെടുത്തതെന്ന് ചോദിച്ചാൽ, എதற்காக ആണ്ടവർ ഇസ്രായേൽ ജനങ്ങളെ അങ്ങിருந்து மீட்டார் എന്ന് കേട്ടാൽ, സാധാരണ നമ്മൾ പഠിക്കുന്നതും ചിന്തിക്കുന്നതും എന്ന് പറഞ്ഞാൽ ഒരു വശമാണ്. നാം വാസിപ്പതും ചിന്തിപ്പതും അത് ഒരു കോണത്തിലെ ഇസ്രായേൽ മക്കളുടെ കഷ്ടതയിൽ ദൈവം വീണ്ടെടുത്തു. ഇസ്രായേൽ ജനങ്ങൾ കഷ്ടപ്പെട്ടാர்கள், எனவே கர்த்தர் அவர்களை மீட்டார். തീർച്ചയായിട്ടും അത് ഉത്തരം ശരിയാണ്. அந்த பதில் உண்மைதான். കാരണം ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് മിസ്രൈം എന്ന് പറഞ്ഞാൽ തികച്ചും അടിമ വീടാണ്. ഇസ്രായേൽ ജനങ്ങളെ പൊറുത്തളവിലെ ഈജിപ്ത് ദേശം എന്ന് சொன்னால் അത് അടിമത്തന വീട്. അവർക്ക് അവിടെ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള അനുവാദമില്ലായിരുന്നു. അവരുടെ പിള്ളകളെ ശരിയാக വളർത്തുவதற்கான വസതി ഇല്ല. ദൈവത്തെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. ആണ്ടവരെ ആരാധന ചെയ്യുவதற்கு സ്വാധീനമില്ല. ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. സ്വന്ത കാര്യങ്ങളെ ചെയ്യുவதற்கு വായ്പില്ല. മിസ്രൈം എന്ന് പറഞ്ഞാൽ തികച്ചും അവർക്ക് അടിമ വീടായിരുന്നു. ഈജിപ്ത് ദേശം എന്ന് சொன்னால் ഇസ്രായേൽ ജനങ്ങൾക്ക് ഒരു അടിമത്തന വീട്. അവർ തങ്ങളുടെ കഷ്ടം ദൈവത്തോട് നിലവിളിച്ചു. അവർ തങ്ങളുടെ കഷ്ടങ്ങളെല്ലാം കർത്തവ്യത്തിലെ അവർ സ്വന്തം മുറയിട്ടാர்கள். കർത്താവ് അവരുടെ കഷ്ടത കണ്ടു. കർത്തർ അവരുടെ പാടുകളെ കഷ്ടങ്ങളെ കണ്ടാർ. മിസ്രൈമിലെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു അവരുടെ നിലവിളി കേട്ടു എന്ന് സൈനികരുടെ യഹോവ അരുളിച്ചെയ്തു. സൈന്യங்களின் தேவன் இப்படி சொல்கிறார், இஸ்ரவேலர் படுகிற உபத்திரத்தை கண்டு அவருடைய உபத்திர வேதனைகளை அறிந்திருக்கிறேன் என்று சொன்னார். ദൈവത്തിന്റെ ദാസനായ മോശയെ അയച്ചു ഫറവോൻ രാജകൊട്ടാരം. ദൈവം തന്റെ ദാസനാക്കിയ മോശയെ ഫറവോനിൻ അരമനയ്ക്ക് അനുപ്പിനാർ. ഫറവോനെ നീ അടിമയാക്കി വെച്ചിരിക്കുന്ന ജനം ദൈവത്തോട് നിലവിളിച്ച് ദൈവം അവരെ വിടുവിക്കാൻ പോയി, അതുകൊണ്ട് നീ അവരെ വിട്ടയക്ക. ഫറവോനെ നീ അടിമயாக வைத்திருக்கக்கூடிய தேவனுடைய ஜனங்கள் கர்த்தரை நோக்கி முறையிட்டார்கள். கர்த்தர் அவர்களை விடுவிக்க விரும்புகிறார், நீ விட வேண்டும். ഫറവോൻ ദൈവത്തിന്റെ വചനം കേൾക്കാത്തത് കൊണ്ട് ഫറവോൻ தேவனுடைய வார்த்தைக்கு கீழ்ப்படியாதனால അവരുടെ തീവ്ര ധാരണ ഫറവോനെ കേട്ടു. தேவனுடைய அந்த அவருடைய கோபாக்கிலே அவர் பார்வோனுக்கு நேராக வந்தது. സംഹാര ദൂതനെ അയച്ചു. சங்கார தூதனை அனுப்பினார். ഇസ്രായേലിലെ സകല കല്ലൂരികളെ സംഭരിച്ചു.
எகிப்திலுள்ள எல்லா தலைச்சர்களையும் அழித்துக் கொண்டார். എന്നിട്ട് ദൈവം തന്നെ ജനത്തെ അവിടെ നിന്ന് വീണ്ടെടുത്തു. அப்படி தன்னுடைய ஜனங்களை தேவன் எகிப்திலிருந்து மீட்டெடுத்தார். തീർച്ചയായിട്ടും തന്നെ ജനത്തെ കഷ്ടതയിൽ ദൈവം വീണ്ടെടുത്തു. உண்மையாகவே தேவன் தன்னுடைய ஜனங்களை உபத்திரவத்திலிருந்து மீட்டார். കർത്താവ് പറയാണ്, கர்த்தர் சொல்லுகிறார், ഞാൻ ഇസ്രായേൽ ജനത്തെ വീണ്ടെടുത്തതിന് நான் இஸ்ரவேல் ஜனங்களை எகிப்திலிருந்து மீட்டெடுத்ததற்கு എനിക്ക് എന്റേതായ ഒരു ഉദ്ദേശമുണ്ട്. எனக்கு ஒரு நோக்கம் இருக்குது. നമ്മളൊക്കെ കർത്താവിൽ കൂടി നമ്മുടെ അവകാശങ്ങളും അനുഗ്രഹങ്ങളൊക്കെ പഠിക്കാറുണ്ട്. நாம் கர்த்தருடைய ஆசைகளையும் அவருடைய எண்ணங்களையும் நாம் படிக்கிறதுണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി നമുക്ക് അവകാശികളാണെന്ന് പറയുന്നുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പിള്ളേകൾ നാം അവർക്ക് സ്വന്തമാനവர்கள் என்று പഠിப்பதுണ്ട്. റോമർ 8:17 മക്കളെങ്കിലും അവകാശികളാകും. நாம் ரோமர் 8:17 வாசிக்கிறோம். நாம் பிள்ளைகள் என்றால் சுதந்திரம் என்று வாசிக்கிறோம். 16 സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം പഠിച്ചാൽ അറിയാം. സംഗീതം 16:5 நாம் படித்தால் தெரியும். എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാണ്. என்னுடைய பங்கு, என்னுடைய அவகாசம் யெகோவா தேவன். സ്വർഗ്ഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവമക്കൾക്കുണ്ട്. தேவனுடைய பரலோகத்திலுள்ள எல்லா ஆசீர்வாதங்களும் தேவனுடைய பிள்ளைகளுக்குண்டு. ഒത്തിരി അവകാശങ്ങൾ നമുക്കുണ്ട്. நிறைய ஆசீர்வாதங்கள் நமக்குண்டு. പക്ഷെ ദൈവത്തിന് നമ്മുടെ മേലൊരു അവകാശം. தேவனுக்கு நம்மை பற்றிய ஒரு எதிர்பார்ப்பு. ഇത് പല വിശ്വാസികൾ ഓർക്കാറുണ്ട്. இந்த தேவனுடைய ஆசையை அநேக விசுவாசிகள் நினைப்பதில்லை. രക്ഷിക്കപ്പെട്ട നാൾ മുതൽ നമ്മുടെ അവകാശം പഠിക്കാറുണ്ട്. രക്ഷിക്കപ്പെട്ട നാൾ മുതൽ നമുക്ക് கிடைக்கக்கூடிய அந்த சுதந்திரத்தை படிப்பதுണ്ട്. അത് പഠിക്കണം. ശരിയായിട്ട് പഠിക്കണം. നന്നായി പഠിക്കണം. ഇപ്പൊ നമ്മുടെ മേൽ ദൈവത്തിന്റെ അവകാശം. നമ്മേൽ தேவனுடைய ஒரு சுதந்திரம், அது எதிர்பார்ப்புണ്ട്. നമ്മുടെ മക്കളുടെ മേൽ ദൈവത്തിന്റെ അവകാശം. നമ്മുടെ പിള്ളേരുടെ മേൽ കർത്തருக்கு ഒരു എതിർபார்ப்புണ്ട്. നമ്മുടെ കുടുംബത്തിന്മേൽ ദൈവത്തിന്റെ അവകാശമാണ്. നമ്മുടെ കുടുംബത്തെ കുറിച്ച് தேவனுக்கு അതിലെ சுதந்திரம் இருக்குது. നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ അവകാശമുണ്ട്. വീണ്ടെടുക്കപ്പെട്ടവர்கள் എന്ന് சொன்னால் உங்கள் மேலே கர்த்தருக்கு ஒரு சுதந்திரம் അനുഭവിக்க വേണ്ടിയത് ഉണ്ട്. അവകാശമുണ്ടോ? ഉണ്ടാ. ദൈവത്തിന് നിങ്ങളുടെ മേൽ അവകാശമുണ്ടോ? தேவனுக்கு உங்களுக்கு இடமுண்டா? നാം തിരുവഴുത്തിലേക്ക് നോക്കുക. നാം വേദത്തെ பார்ப்போம். എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. എഫേസ്യർ 1:18. നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും അറിയണം. നമ്മെ അழைத்ததினால நமக்கு உண்டாயிருக்கிற நம்பிக்கை என்னதென்றும் பரிசுத்தவான்களிடத்தில் நமக்கு உண்டாயிருக்கிற சுதந்திரத்தினுடைய மகிமையும் ஐஸ்வர்யம் என்னது. വിശുദ്ധന്മാരിൽ ദൈവത്തിനൊരു അവകാശം. பரிசுத்தவான்களிடத்திலே அவருக்கு இருக்கக்கூடிய ஒரு சுராக்கியம், ஒரு சுதந்திரம். നമ്മൾ ദൈവത്തിനുള്ള അവകാശം അറിയാൻ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശം. எனவே தேவனுடைய ஒரு சுதந்திரம் நமக்குள்ளே இருக்க வேண்டுமானால் நம்முடைய ஆவிக்குரிய கண்கள் பிரகாசிக்க வேண்டும். നമ്മളെ ദൈവം വീണ്ടെടുത്തതിന്റെ ഒരു പ്രധാനമായ ഉദ്ദേശം നമ്മുടെ മധ്യത്തിൽ ദൈവം വസിപ്പാനാഗ്രഹിക്കുന്നു. நம்மை கர்த்தர் மீட்டெடுத்ததனுடைய முக்கியமான ஒரு நோக்கம் நமக்குள் மத்தியில் அவர் வாசம் பண்ண வேண்டும். ഞാൻ അവരുടെ മധ്യ വസിപ്പേണ്ടത് അവരെ മിസ്രയീമിൽ വീണ്ടെടുത്ത യഹോവയായ ദൈവം ഞാനാണെന്ന് അവർ അറിയും. நான் யெகோவாகிய தேவன் அவர்களை இஸ்ரவேல் எகிப்து தேசத்திலிருந்து இஸ்ரவேலை மீட்டெடுத்தேன், அவர்கள் மத்தியிலே வாசம் பண்ண வேண்டும் என்று சொன்னார். വാസ്തവ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ എന്തിനാണ്? மனுஷனை தேவன் சிருஷ்டித்தது எதற்காக? മനുഷ്യനോട് ദൈവത്തിന് വസിക്കാൻ, மனுஷனோடு கூட சேர்ந்து பழகுவதற்காக. അതുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും. எனவேதான் மனுஷனை அவர் படைக்கும் பொழுது தன்னுடைய சாயலிலும் தன்னுடைய ரூபத்திலும் சிருஷ்டித்தார். ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം പഠിച്ചാലും ആദിയാകമം 1:26 വാസിക്കുമ്പോൾ தெரியும். വരുവിൻ നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. நம்முடைய சாயலின்படியும் நம்முடைய ரூபத்தின்படியும் மனுஷனை உண்டாக்குவோமாக. ഞാൻ ആ വാക്യം വായിച്ച് അങ്ങ് സന്തോഷിക്കാം. நான் அந்த வசனத்தை படித்து சந்தோஷப்படுவேன். ദൈവം എന്നെ സൃഷ്ടിച്ച ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും. தேவன் என்னை படைத்தது அவருடைய சாயலிலும் அவருடைய ரூபத்திலும். ഇരിക്കുന്ന ഓരോ സഹോദരിമാരുടെ ആയുസ് മുഴുവൻ സന്തോഷിച്ചാൽ இருக்கிற சகோதரிகள் எல்லாருமே தன்னுடைய வாழ்நாள் முழுவதும் இதை குறித்து சந்தோஷப்பட்டாலும் தீராது. സഹോദരന്മാരുടെ ആയുസ് മുഴുവൻ ധ്യാനിച്ചാൽ തീരാത്ത സന്തോഷമായിരുന്നു. സഹോദരர்கள் தன்னுடைய வாழ்நாள் முழுவதும் இதை தியானித்தாலும் அது தீராது. വലിയവനായ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം നമ്മളെ സൃഷ്ടിച്ചു. அது ஒரு வல்லமையான பெரிய தேவனுடைய சாயலிலும் அவருடைய ரூபத்திலும் நம்ம തുടർന്ന് വേദവാക്യം അങ്ങോട്ട് പഠിച്ചാൽ അറിയാം. നമ്മൾ വേദവസ്ത്രങ്ങളെ പഠിത്താൽ ഉണ്ടാകട്ടെ എന്നുള്ള ഉച്ചാരണത്താൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളെ ദൈവത്തിന്റെ വചനത്താൽ വിളിച്ചു വരുത്തിയത്. தன்னுடைய வாயின் வார்த்தைகளால் வசனத்தால் உண்டாவதாக என்று சொல்லி சிருஷ்டித்த தேவன். ഉൽപ്പത്തി പുസ്തകം 2:7 വായിച്ചു നോക്കുക. ആദിയാകമം 2-ാം അധ്യായം 7-ാം വചനത്തെ വാസിത്താൽ അനന്തരം യഹോവയായ ദൈവം കുഞ്ഞു നിലത്തിലെ പൊടിയെടുത്ത് മനുഷ്യനെ ഉണ്ടാക്കി അവന്റെ മൂക്കിൽ ദൈവത്തിന്റെ ജീവശ്വാസം. தேவன் பூமியின் தூளை எடுத்து குனிந்து அதை பிசைந்து மனுஷனை உண்டாக்கி தன்னுடைய ஜீவசுவாசத்தை அவன் நாசியில் ஊதினார். എന്തിനു വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചതാ? ஏன் மனுஷனை அவர் சிருஷ்டித்தார்? യെശയ്യാ പ്രവചനം 43:7. യേശയ്യാ 43:7. എന്റെ നാമത്തിൽ വിളിച്ചും എന്റെ മഹത്വത്തിനായിട്ട് സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഏകമായ நாம் 43:7 வாசிக்கிறோம்.
நான் என் மகிமைக்கென்று சிருஷ்டித்து உருவாக்கி படைத்து என் நாமம் விரிக்கப்பட்ட யாவரையும் என்று சொல்கிறார். ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന്റെ നാമ മഹത്വത്തിന് വേണ്ടിയാണ്. தேவனுடைய நாமம் மகிமைக்காகத்தான் மனுஷனை அவர் சிருஷ்டித்தார். ദൈവത്തിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ, தேவனுடைய அன்பை வெளிப்படுத்துவதற்கு, ദൈവത്തിന്റെ കരുണയെ വെളിപ്പെടുത്തുവാൻ, தேவனுடைய இரக்கத்தை வெளிப்படுத்துவதற்கு, ദൈവത്തിന്റെ വിശുദ്ധിയെ വെളിപ്പെടുത്തുവാൻ, தேவனுடைய பரிசுத்தத்தை வெளிப்படுத்துவதற்கு, ദൈവത്തിന്റെ കരുണയെ വെളിപ്പെടുത്തുവാൻ, தேவனுடைய இரக்கத்தை வெளிப்படுத்துவதற்கு, ദൈവം മനുഷ്യനെ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. தேவன் மனுஷனை தன்னுடைய சாயலிலும் தன்னுடைய ரூபத்திலும் சிருஷ்டித்தார். പക്ഷെ പാപം മൂലം അതിനൊക്കെ മാറ്റം വന്നു. ஆனால் பாவத்தின் முகாந்திரத்திலே பாவத்தின் மூலமாக இதிலே ஒரு மாற்றம் ஏற்பட்டது. പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി കളഞ്ഞു. பாவம் மனுஷனை தேவனிடத்திலிருந்து பிரித்து விட்டது. കൊലോസ്യർ 1:21 വായിച്ചാൽ കൊലോസ്യർ 1:21 വാസിக்கிறோம். മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്ന നിങ്ങളെയും മുൻപേ ദുർക്രിയകളാൽ உங்களுடைய மனதினாலே விலகி போனவர்கள். മനസ്സെന്ന് പറഞ്ഞാൽ എല്ലാ ചിന്തയുടെയും ആലോചനയുടെയും പദ്ധതിയുടെയും இந்த மனம் என்று சொல்லும்போது எல்லா சிந்தனைகளும் எல்லா எண்ணங்களும் உருவாக்கக்கூடிய தலைமை ஸ்தாபனம். അത് മനസ്സുകൊണ്ട് ദൈവത്തിൽ അകന്നു. നമ്മുടെ മനதிலே தேவனை விட்டு தூரமாய் போனோம். എന്നാൽ ദൈവം മനുഷ്യനെ വീണ്ടും വീണ്ടെടുത്തു. ஆனால் தேவன் மறுபடியும் மனுஷனை மீட்டெடுத்தார். എന്തിനാണ്? எதற்காக? ദൈവത്തിന്റെ മനുഷ്യന്റെ മധ്യത്തിൽ വസിക്കും. தேவன் மனிதர்கள் மத்தியிலே வாசிக்கிறார். കർത്താവ് എപ്പോഴും പറയുന്നത് കരുണ ലഭിപ്പാൻ, തത്സമയത്ത് സഹായത്തിലേക്ക് ഉണ്ടാകുവാനെ ധൈര്യത്തോടെ പോകണം. எனவே வேதத்தில் வாசிக்கிறோம், ஏற்ற சமயத்தில் அடைக்கும் சகாயத்தை பெற்றுக்கொள்வதற்காக வாருங்கள். ദൈവത്തിന് ഇഷ്ടം പോലെ സമയമുണ്ട്. தேவனுக்கு அதிக நேரம் உண்டு. കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്റെ അടുക്കവാ. நீங்கள் பிள்ளைகளை இடத்தில் வாருங்கள். മനുഷ്യർക്ക് സമയമില്ല. ஆனால் மனுஷனுக்கோ தேவனிடத்தில் ഈ வாருங்கள். പ്രപഞ്ചത്തെ എല്ലാം സൃഷ്ടിച്ച அந்த சராசரத்தையும் சிருஷ்டித்த നക്ഷത്രജാലങ്ങൾ തന്റെ വചനത്താൽ വഹിക്കുന്ന இந்த எல்லா வானத்திலுள்ள நட்சத்திரங்கள் எல்லாவற்றையும் தன்னுடைய வார்த்தைகளால் கட்டுப்படுத்துகிற മഹാജ്ഞാനിയായ ദൈവം പറയാണ്, அந்த பெரிய தேவன் சொல்லுகிறார், എനിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. எனக்கு நிறைய நேரம் இருக்கிறது. നിങ്ങളുമായിട്ട് കൂട്ടായിരിക്കാൻ എനിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. உங்களோடு ஐக்கியப்படுவதற்கு எனக்கு நிறைய நேரம். മനുഷ്യൻ പറയാൻ എനിക്ക് സമയമില്ല. மனுஷன் சொல்லுகிறான், கர்த்தருக்கு நேரம் சொல்லுகிறான். സമയമില്ലാതെ ഓടിയിട്ട് വല്ല കാര്യമുണ്ടോ? இப்படி நேரம் இல்லாமல் ஓடி ஓடி இது பிரயோஜனம் ഒരു இருக்கிறது. പ്രയോജനമില്ലാതെ നടക്കുക. ஒரு பிரயோஜனம் இல்லாமல் மனுஷன் அலைகிறான். അതാ പറയാ, നീ എന്റെ അടുക്കവാ. கர்த்தர் சொல்லுகிறார், என்னிடத்திலே வா, കരുണ ലഭിപ്പാൻ, இரக்கம் பெற்றுக்கொள்ள, സഹായത്തിലൊക്കെ ഉണ്ടായിപ്പാൻ, ஏற்ற சமயத்திலே அடையும் சகாயம் பெற. കുഞ്ഞിനെ നീ എന്റെ അടുക്കവാ. மகளை என்னிடத்தில் வா, ബൈബിൾ ക്ലാസ്സിലൂടെ എന്റെ അടുക്കവാ. நீ பைபிள் கிளாஸுக்காக என்னிடத்தில் வா, സഭയിൽ പ്രാർത്ഥന വെച്ചിരിക്കുന്ന എന്റെ അടുക്കവാ. சபையிலே ஜெபப்பட்டிருக்கிறது என்னிடத்திலே வா. ഓ, ഞങ്ങൾക്ക് സമയമില്ല, ஆனால் எங்களுக்கு நேரமில்லை, ഞങ്ങൾക്ക് സമയമില്ല. எங்களுக்கு நேரமில்லை. അങ്ങനെയല്ല, ദൈവ സന്നദ്ധയിലേക്ക് വരിക. அப்படியல்ல, தேவனுடைய சன்னிதானத்துக்கு வாருங்கள். ആരൊക്കെ വീണ്ടെടുക്കപ്പെട്ടോ? யாரெல்லாம் மீட்டெடுக்கப்பட்டவர்களோ, ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. தேவனுக்கு உங்களை குறித்து ஒரு நோக்கம் இருக்கிறது. നമ്മുടെ മധ്യത്തിൽ വസിക്കും. நம் மத்தியில் அவர் வாசிக்கிறார். തുടർന്നുള്ള കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യും. நீதியுள்ள காரியங்களை நம்ம அடுத்து வகுப்பிலே சிந்திக்கலாம். കർത്താവിന്റെ വലിയ നാമം മാറ്റി. கர்த்தருடைய வெளியேற நாமும் மையப்படுவதாக.